നമസ്കാരം. പേരാമ്പ്രയ്ക്ക് സമീപം ചെറുവണ്ണൂർ കക്കരമുക്കിൽ കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ യുവതി ദാരുണമായി മരിച്ച സംഭവത്തിൽ നിർണായക കണ്ടെത്തലുകളുമായി ഫോറൻസിക് വിഭാഗം. അപകടത്തിൽപ്പെട്ട കാറിന്റെ പിൻഭാഗത്തു നിന്നാണ് തീ പടർന്നതെന്നാണ് ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ കാറിന് തീപിടിക്കാനുണ്ടായ കൃത്യമായ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. കക്കരമുക്ക് സ്വദേശി പൂവത്തുംചാലിൽ സോനയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ നടുക്കുന്ന ദുരന്തത്തിൽ മരണപ്പെട്ടത്. അപകടത്തിൽ ശരീരത്തിന് 60% ഗുരുതരമായി പൊള്ളലേറ്റ സോനയുടെ ഭർത്താവ് രജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പതിവ് മെഡിക്കൽ പരിശോധനകൾക്കായി ആശുപത്രിയിൽ പോയ ദമ്പതികൾ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. ചെറുവണ്ണൂരിൽ നിന്ന് കക്കരമുക്കിലേക്കുള്ള റോഡിലേക്ക് കടന്ന് അല്പം ദൂരം പിന്നിട്ടപ്പോഴേക്കും വയലിന് നടുവിലുള്ള വിജനമായ സ്ഥലത്ത് വെച്ച് കാറിൽ നിന്ന് പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ തീയും പുകയും ഉയരുകയായിരുന്നു. രാത്രി 9 മണിയോടെ വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടാണ് സമീപവാസികൾ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തിയത്. അപ്പോഴേക്കും കാറിനുള്ളിൽ തീ ആളിപ്പടർന്നിരുന്നു. കാർ ഓടിച്ചിരുന്ന ഭർത്താവ് രജിൻലാൽ തീ പിടിച്ച ഉടനെ എങ്ങനെയോ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു. തുടർന്ന് പിൻസീറ്റിലായിരുന്ന ഭാര്യ സോനയെ രക്ഷിക്കാനായി അദ്ദേഹം കാറിന്റെ പിൻവാതിൽ തുറക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഓട്ടോമാറ്റിക് ഡോർ ലോക്ക് ആയതിനാൽ അതിന് സാധിച്ചില്ല. ഈ രക്ഷാശ്രമത്തിനിടയിൽ രജിൻലാലിന്റെ വസ്ത്രങ്ങളിലേക്കും ദേഹത്തേക്കും തീ ആളിപ്പടരുകയായിരുന്നു. പൊള്ളലേറ്റതോടെ അസഹനീയമായ വേദനയാൽ രജിൻലാൽ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് ചാടുകയാണ് ഉണ്ടായത്. വസ്ത്രമാകെ തീ പിടിച്ച നിലയിൽ പുറത്തേക്ക് ഓടിയ രജിൻലാലിനെ കണ്ട ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി വയലിലെ വെള്ളമൊഴിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തീ കെടുത്തി. കാറിനുള്ളിൽ മറ്റൊരാൾ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന വിവരം ആദ്യഘട്ടത്തിൽ ആർക്കും മനസ്സിലായിരുന്നില്ല. വണ്ടിയിലെ തീ പൂർണ്ണമായി അണച്ച ശേഷമാണ് തന്റെ ഭാര്യ ഉള്ളിലുണ്ടെന്ന വിവരം രജിൻലാൽ നാട്ടുകാരോട് പറയുന്നത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാർ കൈമേയി മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഏറെ പ്രയത്നപ്പെട്ട് സോനയെ കാറിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് സോനയ്ക്ക് നേരിയ ജീവനുണ്ടായിരുന്നു. ഉടൻ തന്നെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവിടെ വെച്ച് സോനയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഗർഭിണിയായിരുന്ന സോനയുടെ മരണം ഒരു നാടിനെ ഒട്ടാകെ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന രജിൻലാൽ ഭാര്യയുടെ പ്രസവകാലത്തൊപ്പമുണ്ടാകാൻ വേണ്ടിയാണ് 1 മാസം മുൻപ് നാട്ടിലെത്തിയത്. വെള്ളിയാഴ്ച സോനയുടെ സ്ഥിരം ചെക്കപ്പിനായി ഡോക്ടറെ കണ്ട് മടങ്ങുന്നതിനിടയിലായിരുന്നു ദാരുണമായ ഈ അപകടമുണ്ടായത്. കാറിൽ നിന്ന് പെട്ടെന്ന് തീയും പുകയും ഉയർന്നതോടെയാണ് പെട്ടെന്ന് വണ്ടി നിർത്തി രജിൻ ചാടിയിറങ്ങുന്നത്. ഈ സമയത്ത് സോന പിൻസീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. ഉടൻ തന്നെ സോനയെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ വരികയായിരുന്നു. തീ കണ്ട സമീപവാസികൾ പെട്ടെന്ന് ഓടിയെത്തി തീയെടുത്തിയെങ്കിലും വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല എന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒതയത്ത് മുഹമ്മദ് എന്ന വ്യക്തി പറഞ്ഞു. വലിയ ശബ്ദം കേട്ടാണ് സമീപവാസികളെല്ലാം ഓടിയെത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു 3 വർഷം മുൻപ് രജിൻലാലിൻ്റെയും സോനയുടെയും വിവാഹം നടന്നത്. നാട്ടുകാർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു രജിൻലാൽ. അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനായി മോട്ടോർ വാഹന വകുപ്പും വിശദമായ പരിശോധന നടത്തും. സ്വിഫ്റ്റ് കാറാണ് കത്തി നശിച്ചത്. തീപിടിച്ച കാർ ഏത് വർഷത്തെ മോഡലാണെന്നും അറ്റകുറ്റപ്പണികൾ എപ്പോഴാണ് അവസാനമായി നടത്തിയതെന്നും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നെങ്കിലും എന്താണ് തീപിടുത്തത്തിനുള്ള കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതിനാൽ ഇതും അന്വേഷിക്കും. ഇതിലും വ്യക്തത വന്നാൽ മാത്രമേ ദുരൂഹതകൾ അവസാനിക്കുകയുള്ളൂ.